ചേർക്കുന്നോരേശുണ്ട്. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളവെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 20-ാമത് വാക്യത്തിൽ ഞങ്ങളുടെ എതിരാളികൾ മുടിഞ്ഞുപോയി, അവരുടെ ശേഷിപ്പ് തീക്കിരയായി എന്ന് പറയുന്നു. ആ വാക്യത്തിൽ ഓർപ്പിക്കുന്നത് എതിരാളികളുടെ നാശത്തെക്കുറിച്ചാണ്. ആരുടെ എതിരാളികളുടെ നാശമാണ് എന്ന് ചോദിച്ചാൽ, നീതിയോടും പരമാർത്ഥതയോടും സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളവും അവർ ദൈവത്തോടു കൂടെ വസിക്കുന്നു എന്നതുകൊണ്ട് അവർക്ക് എതിരാളികളായിരിക്കുന്നവരോട് ദൈവം ഇടപെടുന്നതായ സന്ദർഭങ്ങൾ കടന്നുവരും. അവർ നാശത്തിലേക്കാണ് നടക്കുന്നത് എന്ന ബോധ്യപ്പെടുത്തലാണ്. കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഫറവോന്റെ നാശത്തിന്റെ പിന്നിലെ കാരണം ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിലധികം ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിരോധമായി അവർ നിന്നു എന്നുള്ളതുമാണ്. എസ്തേറിന്റെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വന്നാൽ 8, 9, 10 വാക്യങ്ങളിൽ കടന്നു വരുമ്പോൾ ഭക്തനായ മൊർദെഖായിക്ക് വിരോധമായി എതിരാളിയായി നിൽക്കുന്ന ഒരു ഹാമാനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മൊർദെഖായി പലയിടത്തും ഒഴിഞ്ഞു മാറുവാനും പ്രതികരിക്കാതിരിക്കുവാനും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഹാമാനെ സംബന്ധിച്ചിടത്തോളം മൊർദെഖായിയെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ആഴമായ ആഗ്രഹമായിരുന്നു ഹാമാന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? രാജാവിൻ്റെ മുൻപിലേക്ക് ഹാമാൻ പ്രതീക്ഷയോടുകൂടി കടന്നു വരുമ്പോൾ പുറത്ത് ആരുള്ളൂ എന്ന് ചോദിക്കുകയും ഹാമാൻ പുറത്തുണ്ടെന്ന് പറയുകയും രാജാവ് മാനിപ്പാനിരിക്കുന്ന മനുഷ്യന് എന്തു കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് താൻ തന്നെ ആയിരിക്കുമെന്നോർത്ത് ശ്രേഷ്ഠമായതൊക്കെയും പറഞ്ഞെങ്കിലും അതെല്ലാം തൻ്റെ എതിരാളിയായിരിക്കുന്ന മൊർദെഖായിക്ക് നൽകുവാൻ രാജകൽപ്പന ഉണ്ടാകുകയാണ്. അവിടെ മുതൽ ഭക്തനായ മൊർദെഖായിക്ക് എതിരാളിയായിരുന്ന ഹാമാന്റെ വീഴ്ച ആരംഭിക്കുകയാണ്. 7-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുകയാണ്, നീതിമാനായ മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കഴുകുമരമുണ്ടെന്നും ആ കഴുകുമരത്തിൽ മൊർദെഖായിയെ തൂക്കിക്കളയുവാൻ ഹാമാൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് രാജാവ് മൊർദെഖായിയെ അതിൽ തൂക്കിക്കളയുവാൻ കൽപ്പനയയക്കുകയാണ്. ഇവിടെയും ഓർമ്മപ്പെടുത്തുന്നത് തങ്ങളുടെ എതിരാളികൾ നാശത്തിലേക്ക് പോകുന്നതായ ഒരു കാലഘട്ടമുണ്ട്, അത് ദൈവത്തിൻ്റെ നീതിയാണ് എന്നോർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവപ്രവൃത്തിക്കും ദൈവാലോചനയ്ക്കും നീതിമാന്മാർക്കും എതിരായിട്ട് നാം പ്രവർത്തിച്ചാൽ അത് നമ്മെ നാശത്തിലേക്ക് നയിക്കും, അത് നമ്മെ വലിയ നാശത്തിലെത്തിക്കുമെന്ന് നാം തിരിച്ചറിയണം. എതിരാളികൾ നമ്മുടെ പിന്നാലെ വരുന്നത് കൊണ്ട്
നാം നാശത്തിൽ ചെന്ന് എത്തുമെന്ന് ചിന്തിക്കരുത്. അവൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ടെന്നും വിശ്വസിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച് നാശത്തിലെത്തുകയല്ല, നന്മ പ്രവർത്തിച്ച് നാശം ഞങ്ങളുടെ പിന്നാലെ വരുന്നെങ്കിലും ദൈവത്തിൻ്റെ അത്ഭുത വഴി തുറക്കുമെന്ന് വിശ്വസിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.